സുപ്രസിദ്ധമായ ഉദയംപേരൂർ പള്ളി വികാരിയായി ഫാദർ സെബാസ്റ്റ്യൻ ഊരക്കാടൻ ചാർജ് എടുത്തു. മഞ്ഞപ്ര മാർ സ്ലീവ പള്ളി മുൻ വികാരിയായിരുന്നു അദ്ദേഹം. മഞ്ഞപ്രക്കാർക്ക് ഒരു സ്ഥിരം തലവേദനയായിരുന്നു ഈ വ്യക്തി. ലക്ഷക്കണക്കിന് രൂപയുടെ വെട്ടിപ്പ് നടത്തിയ ഒരു പക്കാ അഴിമതിക്കാരനാണ് അദ്ദേഹമെന്ന് മഞ്ഞപ്രക്കാർ ആരോപിക്കുന്നു. അഴിമതിക്കാർക്ക് ആശ്രയം സഭാ നേതൃത്വമാണ്. അവർക്ക് സുരക്ഷ നൽകുന്നത് സീറോ മലബാർ സഭയാണ്, അതിൻ്റെ നേതൃത്വമാണ്. വിശ്വാസികളുടെ സമ്മർദ്ദത്തിൽ നിന്നും നിയമത്തിൻ്റെ പിടിയിൽ നിന്നും തടി രക്ഷിക്കുവാൻ ഈ അഴിമതി വീരന്മാർക്ക് സഭാമാതാവിൻ്റെ സംരക്ഷണം വേണം. അതിനുവേണ്ടി സഭാ നേതൃത്വത്തിൻ്റെ എന്ത് വൃത്തികേടുകൾക്കും തെണ്ടിത്തരങ്ങൾക്കും കൂട്ടുനിൽക്കുവാൻ അവർ നിർബന്ധിതരാകുന്നു. ഇക്കാരണം കൊണ്ടാണ് മഞ്ഞപ്രയിൽ സിനഡ് കുർബാന അർപ്പിക്കുവാൻ അദ്ദേഹം വാശി പിടിച്ചത്, ഈ ഊരക്കാടൻ. എന്നാൽ മഞ്ഞപ്രയിലെ വിശ്വാസികൾ അതിന് സമ്മതിച്ചില്ല. മഞ്ഞപ്രയിൽ നിന്ന് സ്ഥലം മാറിപ്പോകുന്ന അന്നുവരെ ജനാഭിമുഖ കുർബാന അല്ലാതെ അദ്ദേഹത്തിന് അവിടെ അർപ്പിക്കുവാൻ കഴിഞ്ഞിട്ടില്ല. ഈ ഊരക്കാടനാണ് ഇപ്പോൾ ഉദയംപേരൂർ പള്ളിയിൽ ചാർജ് എടുത്തിരിക്കുന്നത്. ഉദയംപേരൂർ പള്ളിയിൽ ഇനി സിനഡ് കുർബാന മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ എന്ന് അദ്ദേഹം വന്ന വഴി ഉടനെ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇത് മെത്രാപ്പോലീത്തൻ വികാരി മാർ പാമ്പ്ളാനിയുടെ കൽപ്പനയ്ക്ക് കടകവിരുദ്ധമാണ്. സമവായമനുസരിച്ചുള്ള ഒരു സിനഡ് കുർബാന മാത്രമേ ഉദയംപേരൂർ പള്ളിയിൽ ഞായറാഴ്ചകളിൽ നടത്താവൂ എന്ന് മാർ പാമ്പ്ളാനി എഴുതി ഒപ്പിട്ട കൽപ്പന നിലവിലുണ്ട്. അത് കാറ്റിൽ പറത്തിയാണ് ഈ ഊരക്കാടൻ്റെ തോന്നിയവാസം. ഇതിനെ ചോദ്യം ചെയ്ത വിശ്വാസികളോട് മാർ പാമ്പ്ളാനിയെ അധിക്ഷേപിച്ചുകൊണ്ടുള്ള ഭാഷയിലാണ് ഈ ഊരക്കാടൻ മറുപടി പറഞ്ഞത്. പാമ്പ്ളാനി എറണാകുളം അങ്കമാലി അതിരൂപതക്കാരൻ പോലുമല്ല, ഞാൻ കൂരിയ പറയുന്നത് മാത്രമേ അനുസരിക്കൂ. ഊരക്കാടൻ്റെ അഹമ്മദിത്തറ നിറഞ്ഞ വാക്കുകളാണ് ഇവ. സമാധാനത്തോടെ കഴിഞ്ഞു പോകുന്ന ഇടവകകളിൽ കൽദായ വിഷം കലർത്തുവാനല്ലേ ഇതുപോലുള്ള കൽദായവാദികളെ വിവിധ ഇടവകകളിൽ താൽക്കാലികമായി സഭാ നേതൃത്വം നിയമിക്കുന്നത് എന്ന് നമ്മൾ ന്യായമായും സംശയിക്കണം. ഇടവകകളിൽ അസമാധാനം സൃഷ്ടിക്കുക, ജനങ്ങളെ വിഭജിക്കുക, അവിടങ്ങളിൽ അരക്ഷിതാവസ്ഥ സൃഷ്ടിച്ച് കൽദായ വിത്ത് പാകുക, ഇതാണ് സഭാ നേതൃത്വത്തിൻ്റെ മാസ്റ്റർ പ്ലാൻ. അതിനുവേണ്ടി അതിരൂപതയിലെ ആരോപിതരും അഴിമതിക്കാരുമായ നികൃഷ്ട വൈദികരെ തിരഞ്ഞെടുത്ത് കണ്ടുപിടിച്ച് പ്രയോഗിക്കുക. തെറിയഞ്ഞാലിയൻ, ജോഷി, പുതുവ, പള്ളുപ്പെട്ട തുടങ്ങിയ നികൃഷ്ട ജന്മങ്ങളാണ് നമ്മുടെ അതിരൂപതയുടെ താക്കോൽ സ്ഥാനങ്ങൾ അലങ്കരിക്കുന്നത് എന്നോർക്കുക. എറണാകുളം അതിരൂപതയിലെ വിശ്വാസികളും വൈദികരും മനസ്സിലാക്കേണ്ട ഒരു സത്യമുണ്ട്. സഭാ നേതൃത്വം കള്ളങ്ങൾ മാത്രം പറഞ്ഞ് നമ്മെ വിഡ്ഢികളാക്കുകയാണ്. മധുരവാഗ്ദാനങ്ങൾ നൽകി അവർ നമ്മളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. സമയം അവരുടെ ഭാഗത്താണ് എന്നോർക്കണം. വച്ചുനീട്ടി നമ്മുടെ വിശ്വാസികളെയും വൈദികരെയും മടുപ്പിക്കുകയാണ് സഭാ നേതൃത്വത്തിൻ്റെ ലക്ഷ്യം. ഇതിൽ നമ്മൾ വീണുപോകരുത്. ഉറച്ച നിലപാടുകൾ എടുക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. ശക്തമായ നടപടികൾ നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകണം. എറണാകുളം അങ്കമാലി അതിരൂപതയെ കിഡ്നാപ്പ് ചെയ്യുവാൻ നമ്മൾ കൽദായരെ അനുവദിക്കരുത്. താങ്ക് യു വെരി മച്ച്.